ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും സന്തോഷ വാർത്ത. ECHS പോളിക്ലിനിക്കിൽ നിന്നും ലഭിക്കാത്തത് മൂലം പുറത്തുനിന്നും വാങ്ങിയ മരുന്നുകളുടെ റീഇംബേഴ്സ്മെൻറ്റിനായി നൽകിയപ്പോൾ റിജക്റ്റ് ആയവർക്ക് വീണ്ടും നൽകാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം റീഇംബേഴ്സ്മെൻറ്റിൻ്റെ നിയമങ്ങളിൽ മാറ്റവും വരുത്തിയിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് സെൻട്രൽ ഓർഗനൈസേഷൻ ECHS ഏജീസ് ബ്രാഞ്ച് 17 മെയ് 2024 പബ്ലിഷ് ചെയ്ത ലെറ്ററാണ്. ഇതിൻ്റെ ഹെഡിങ് മെഡിസിനിൽ ഗുണഭോക്താക്കൾ നടത്തിയ ചിലവിൻ്റെ വ്യക്തിഗത റീഇംബേഴ്സ്മെൻറ്റിന് GST നമ്പർ സംബന്ധിച്ച്. റെഫറൻസായി CO ECHSൻ്റെ 8 ഏപ്രിൽ 2019 29 ഡിസംബർ 2023 ലെറ്ററുകൾ നൽകിയിരിക്കുന്നു. SEMO എന്നത് സീനിയർ എക്സിക്യൂട്ടീവ് മെഡിക്കൽ ഓഫീസർ എന്നാണ് അർത്ഥമാക്കുന്നത്. സ്റ്റേഷൻ കമാൻഡർ SEMOയുടെ സഹായത്തോടെയാണ് ECHS പോളിക്ലിനിക് നിയന്ത്രിക്കുന്നത്. SEMO വഴിയോ ALC വഴിയോ, ALC എന്നത് ഓതറൈസ്ഡ് ലോക്കൽ കെമിസ്റ്റ്, ഇവർ വഴിയോ പോളിക്ലിനിക്കിന് മരുന്ന് നൽകാൻ സാധിക്കാത്ത അവസരത്തിൽ ECHS ഗുണഭോക്താവിന് NA അഥവാ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നു. NA സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് പുറത്തുനിന്നും മരുന്ന് സ്വന്തം പൈസയിൽ വാങ്ങി റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ECHS നിയമങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഫാർമസി ബില്ലുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് GST രജിസ്ട്രേഷൻ നമ്പരും ഡ്രഗ് ലൈസൻസ് നമ്പരും നിർബന്ധമാണ്. 40 ലക്ഷം രൂപയിൽ കുറവ് വിറ്റുവരവുള്ള മെഡിക്കൽ സ്റ്റോറുകൾക്ക് GST രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമില്ലാത്തതിനാൽ പലരുടെയും ബില്ലുകൾ GST രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാത്തത് മൂലം റിജക്റ്റ് ആയിട്ടുണ്ട്. ആയതിനാൽ ഇനി ബില്ലുകൾക്ക് GST രജിസ്ട്രേഷൻ നമ്പർ നിർബന്ധമില്ല. എന്നാൽ ഡ്രഗ് ലൈസൻസ് നമ്പർ നിർബന്ധമാണ്. പഴയ നിയമമനുസരിച്ച് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ നിരസിച്ച ബില്ലുകൾ ഉള്ളവർക്ക് അത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ അനുവാദം ലഭിച്ചിരിക്കുന്നു. ആയതിനാൽ മേൽപ്പറഞ്ഞ കാരണത്താൽ റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കാത്തവർ വീണ്ടും റീഇംബേഴ്സ്മെൻറ്റിനായി അപേക്ഷിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.